നമസ്കാരം, ഞാൻ നരേന്ദ്രൻ. ഒരു മറൈൻ ഡ്രൈവ് നിവാസിയാണ്. ഞാൻ കേട്ടറിഞ്ഞത് ഏതാണ്ട് 300ഓളം വഴിയോര കച്ചവടക്കാരെ പാർപ്പിക്കാനായിട്ട് തീരുമാനിക്കാൻ പോകുന്നതെന്നാണ് കേട്ടത്. വളരെ വേദനാജനകമായ ഒരു കാര്യമാണ്. ഇത് അശാസ്ത്രീയമായിട്ട് എവിടെ കൂട്ടങ്ങൾ ഉണ്ടാക്കിയാലും അത് ആ സമൂഹത്തിന് ദ്രോഹമേ ചെയ്യുള്ളൂ. ഇപ്പൊ തന്നെ ഉള്ള സ്ട്രീറ്റ് വെൻഡേഴ്സ് കാരണം അവര് ഇടുന്ന ചപ്പയോവറും വേസ്റ്റും എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതെന്ന് ഒരു ദിവസം കാലത്തെ ഈ തീരുമാനങ്ങൾ എടുക്കുന്നവർ, നിയമം ഉണ്ടാക്കുന്നവരൊക്കെ ഒന്ന് വന്ന് കണ്ടാൽ അറിയാൻ പറ്റും. അവിടെയുള്ള സമൂഹത്തിന് ദുഷിപ്പുണ്ടാക്കുന്ന നടക്കുന്ന കാര്യങ്ങൾ ഇതിനു മുമ്പേ പല വീഡിയോകളിലും കേട്ടിരുന്നതാണ്. അത് വൈകുന്നേരം ഒരു 11 മണിക്ക്, രാത്രി ഒരു 11 മണിക്ക് ശേഷം അതിൽ കൂടി വന്നാൽ അറിയാവുന്ന കാര്യങ്ങളാണ്. ഇത് എങ്ങനെയാണ് ഇവർ രാത്രി കടയടച്ച് പോകുമ്പോൾ അവിടെ ഇടുന്ന വേസ്റ്റും ചപ്പും ചവറും എല്ലാം എങ്ങനെ രോഗാണുക്കളും വരുന്നത്. പകല് പോയാൽ നമുക്ക് കാണാൻ പറ്റും, ട്രാഫിക് അനങ്ങുന്നില്ല. ആ ട്രാഫിക്കിനൊന്ന് പാർക്ക് ചെയ്യാൻ പോലും എവിടെയെങ്കിലും ഒന്ന് മാറി പാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് പറ്റുന്നില്ല. ഒരു സൈഡിൽ പാലത്തിൻ്റെ ദുർഗതി എല്ലാവർക്കും അറിയാം, പാലങ്ങളുടെ ദുർഗതി. അതിനൊപ്പം തന്നെ ഇങ്ങനെ ഒരു നിലപാടും കൂടി നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് എടുത്താൽ അത് അവിടെ താമസിക്കുന്നവർക്കും അവിടെ ചെറിയ വ്യവസായം നടക്കുന്നവർക്കും വളരെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ലോകത്ത് ഒരിടത്തും നടക്കാത്ത പരിഷ്കാരമാണ്. ഒരുപാട് രാജ്യങ്ങളിൽ സന്ദർശിച്ച് പരിചയമുള്ള ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും, ലോകത്ത് ഒരിടത്തും നടക്കാത്ത ഒരു പരിഷ്കാരമാണ് ഇത്. ഇതുകൊണ്ട് ആരാണ് നേടാൻ പോകുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഇത് തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടതാണ്. അത് ഏത് നിലവരെയും നമ്മൾ ഒഴിവാക്കാനായിട്ട് പോകാൻ കഴിയുമ്പോൾ ആ നിലവരെ പോകും. അല്ല, ഇനി ഇവിടുന്ന് ഒഴിഞ്ഞു പോകണം എന്നാണ് നമ്മളെപ്പോലെയുള്ളവർ പോകണം എന്നാണ് ആഗ്രഹമെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടൊന്നും ചെയ്യാതെ ചെയ്യാൻ പറ്റും. ഇതാണ് എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.